ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. ഒന്ന് നമുക്ക് പറഞ്ഞത് ഒന്ന് എഞ്ചിൻ ഓയിൽ മാറുന്ന പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി തള്ളുമ്പോൾ നീങ്ങുന്നില്ല, അതായത് ടൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നു. അതാണ് മെയിനായിട്ട് പറഞ്ഞാണ് കംപ്ലയിൻറ്റ്. പിന്നെ എയർ ഫിൽറ്റർ ചെക്കപ്പും പെട്രോൾ ഓവർഫ്ലോ പോകുന്നൊരു കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ്, അതായത് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റും കൊണ്ടാണ് വണ്ടി തള്ളുമ്പോൾ നീങ്ങാത്തത്. പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ ലോഡായി കിടക്കുന്നുണ്ടാവും. അതായത് നല്ല രീതിയിൽ, അതായത് ബ്രേക്ക് പിടിച്ചാൽ വലിയാൻ പറ്റാത്ത കണ്ടീഷനിൽ ഔട്ടർ വലിഞ്ഞേക്കാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്യണം. അതിന് ശേഷം ഈ 2 ബ്രേക്കിൻ്റെ കേബിളും മാറ്റിയിടണം. അതേപോലെ തന്നെ സെയിം പ്രോബ്ലം തന്നെ ബാക്ക് ബ്രേക്കിന് സംഭവിച്ചിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിന് പറ്റിയാണെന്ന് വെച്ചാൽ ബ്രേക്ക് ലൈനർ മാക്സിമം ഉപയോഗിച്ച് തീർന്നേക്കാണ് ബ്രേക്കിൻ്റെ കേബിളും ലോഡായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ബ്രേക്ക് കേബിൾ ലോഡായിട്ട് നിൽക്കുക. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിലേക്ക് വന്ന 2 ബ്രേക്കിൻ്റെ കേബിളും ബാക്ക് ബ്രേക്കിൻ്റെ കേബിളും ലൈനറും കൂടി മാറ്റിയാലാണ് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനുള്ളൂ. പിന്നെ മറ്റേ പെട്രോൾ ഓവർഫ്ലോ പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർബറേറ്റർ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബറേറ്ററിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാവ് പോലെ പിടിച്ചിട്ട് ഫുൾ അതിൻ്റെ ഈ കറക്റ്റ് ഈ ഫ്ലോട്ട് വാൽവ് തന്നെ ഭാഗം, ഓവർഫ്ലോ നീഡിൽ വന്ന ഭാഗം നല്ല രീതിയിൽ ക്ലാവ് പോലെ ആയിട്ട് കംപ്ലയിൻറ്റിലേക്ക് പോയേക്കാണ്. കാരണം വെച്ചാൽ നോക്കുമ്പോൾ അറിയാം ഒരു പൗഡർ പോലെ ഫുള്ളായിട്ട് നമ്മൾ പിടിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വണ്ടി ഒന്നോരോ ഉപയോഗം കുറവോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാം, അതല്ലെങ്കിൽ ഇങ്ങനെ വരാൻ സാധ്യതയില്ലാത്തതാണ് സാധാരണ രീതിയിൽ. ഇത് ശരിക്കും കംപ്ലയിൻറ്റ് 100% നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ, ഇനി ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ യൂണിറ്റ് ഇതേപോലെ മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. ഇനി അതല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് ഈ ഓവർഫ്ലോൻ്റെ ഈ ഫ്ലോട്ട് വാൽവ് മാത്രം മാറ്റിയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ക്ലീൻ ചെയ്ത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് നോക്കാം. റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാണെങ്കിൽ പിന്നെ അഴിച്ച് കാർബറേറ്റർ മാറ്റാം. അതല്ലെങ്കിൽ കൈയോടെ ഇപ്പോൾ നമുക്ക് കാർബറേറ്റർ മാറ്റണമായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ഇതിന് ഏകദേശം ഈ ഫ്ലോട്ട് വാൽവിന് 160 രൂപ 170 രൂപ അടുത്തങ്ങാണ്ട് റേറ്റ് വരുന്നുണ്ട്. 200 രൂപ താഴെ ഇതിന് കോസ്റ്റ് വരും. പിന്നെ ക്ലീനർ ഉപയോഗിച്ച് ക്ലീനറിന് വരും 185 രൂപ ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു ക്ലീൻ സ്പ്രേ ഉണ്ട്, അതിന് വരും. അപ്പോൾ പിന്നീട് ഇപ്പോൾ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ ഉപയോഗിച്ച സാധനങ്ങൾ പിന്നെ നഷ്ടമാണ് നമുക്ക് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഒന്നോല വേണമെങ്കിൽ ഫസ്റ്റ് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. നടപടി ആയില്ലെങ്കിൽ കാർബറേറ്റർ മാറ്റിയാലും മതി. ഏകദേശം ഒരു 200 ചില്ലാൻ 300-300 ചില്ലാൻ രൂപ നമുക്ക് കോസ്റ്റ് വരും എന്നുള്ളതൊന്ന്. അതപ്പോൾ നോക്കിയിട്ട് പറയാം. പുതിയ കാർബറേറ്ററിന് ഏകദേശം നമുക്കൊരു 3000 രൂപ താഴെ കോസ്റ്റ് വരുന്നുണ്ട്. ഈ ഒറ്റ യൂണിറ്റ് 3000 രൂപ താഴെ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. 100% ഓവർഫ്ലോ റിപ്പീറ്റ് വരാതിരിക്കണമെങ്കിൽ കാർബറേറ്റർ മാറ്റി വെക്കണം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ റെഡി ആക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ പറഞ്ഞേക്കണത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് കാർബറേറ്റർ മാറ്റണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കിടക്കുന്നത് നല്ല ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ തന്നെയാണ്. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല, പൊടിയോ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. എയർ ഫിൽറ്റർ അത് തന്നെ യൂസ് ചെയ്താൽ മതി. എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ എഞ്ചിൻ ഓയിലും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അതിനകത്ത് നമ്മൾ ചെയ്യുന്ന വർക്ക് ഒന്ന് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, പിന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ മാറ്റുന്നുണ്ട്, ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ മാറുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റുന്നുണ്ട്, ബ്രേക്ക് ക്യാം അഴിച്ച് ഗ്രീസി കാര്യങ്ങൾ നടത്തുന്നുണ്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്നുണ്ട്, കാർബറേറ്റർ ക്ലീനർ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്ലോട്ടിൻ്റെ വാൽവ് മാറ്റുന്നുണ്ട്. ഇത്രയായിട്ടാണ് നമ്മൾ ഈ വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് കേട്ടോ. കാർബറേറ്റർ മാറ്റണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം എടുത്ത് പറയണം. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് ഉള്ളൊരു എസ്റ്റിമേറ്റാണ് പറയുന്നത്. നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം. ഓക്കെ.